നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരാശയത്തെക്കുറിച്ചാണ് ദൈവം നമ്മോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അവസാന കാലങ്ങളിൽ ദൈവം വരേണ്ട സമയമായി. ആ സമയത്ത് ദൈവത്തെ കബളിപ്പിച്ചുള്ളൊരു ജീവിതം നയിക്കരുത്. കാരണം നമ്മൾ ദൈവത്തെ കബളിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് കബളിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം, വി മസ്റ്റ് ബി ഓപ്പൺ ടു ദ ലോഡ്. ദൈവത്തോടൊരു തുറവി വേണം. നമ്മൾക്ക് എല്ലാവർക്കും ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. അതെല്ലാം ദൈവത്തോട് തുറന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് ആ ദൈവത്തിന് എന്നെയും നിങ്ങളെ വന്ന് സൗഖ്യം തരാൻ പറ്റുന്ന ദൈവമാണ്, ക്ഷമിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മളെ പൂർണ്ണമായിട്ട് വ്യക്തിപരമായി അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ലെറ്റ് us നോട്ട് ഹാവ് എ മാസ്ക് ബിഫോർ ഗോഡ്. നമ്മളെ തന്നെ തുറന്ന് പറയുക. ദാറ്റ് ഈസ് വാട്ട് ജീസസ് വുഡ് ലവ് ടു ഡു. കം ഇൻ ടു യുവർ ലൈഫ് ആൻഡ് വർക്ക് ഇൻ യുവർ ലൈഫ്. അലൗ ദ ലോർഡ് ടു വർക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം ഇതാണ്. നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്നതും വളരെ നമ്മളെപ്പോഴും അത് ഏറ്റെടുക്കുന്ന ഒരു വചനമുണ്ട്, പ്രത്യേകിച്ച് വിശ്വാസികൾ. റോമാക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. അത് കേൾക്കാൻ ചെവിക്ക് നല്ല ഇമ്പമുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഒരു ഫോൾസ് സെൻസ് ഓഫ് കോൺഫിഡൻസ് തരും. എന്താണ്? There is therefore now no condemnation for those who are in Christ Jesus, who walketh not according to the flesh but according to the Spirit. ഇനി മുതൽ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല. മലയാളം ചില ബൈബിളിലൊക്കെ അവിടെ വെച്ച് അവസാനിക്കുന്നത്. പക്ഷേ ശിക്ഷാവധി ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ വചനം തന്നെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അവരെ നയിക്കുന്നത് അവരുടെ ജഡമായിരിക്കരുത്, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവായിരിക്കണം അവരെ നയിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വലിയ കാര്യമാണ്, ഇഫ് ദ കണ്ടീഷൻ ഫോർ യു ടു സേ എനിക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എനിക്ക് ആത്മവിശ്വാസത്തോടെ വരണമെന്നുണ്ടെങ്കിൽ ദൈവം ഈ ഹാസ് പുട്ട് എ കണ്ടീഷൻ, ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. എന്താണ്? എൻ്റെ ഈ ലോകത്തിലെ ജീവിതം നയിക്കുന്നത് എൻ്റെ ജഡമായിരിക്കരുത്, അതിനുപരി എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവായിരിക്കണം. അതിൽ വളരെ ഏറെ ആഴമായ അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ശിക്ഷാവിധി അവൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും. അതിൻ്റെ പാരലായിട്ട് ദൈവത്തിൻ്റെ ഒരു വചനം റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ തന്നെ 14-ാമത്തെ വചനം വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്കാണ് ശിക്ഷാവിധി ഇല്ലാതിരിക്കുന്നത്. അയ്യുദ്ധി ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളായിട്ടില്ലെങ്കിൽ വെറുതെ റോമാക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം നീ വായിക്കുക, അത് ഏറ്റുപറയുകയാണെങ്കിൽ അതിന് നിന്റെ നിത്യതയെ സംബന്ധിച്ച് ഒരു പ്രയോജനവുമില്ല, ഒരു ഗുണവുമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഒരു വീണ്ടും ജനനം ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അവിടെ മറിയം എങ്ങനെ ഗർഭം ധരിച്ചു, നമുക്ക് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു. അത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ യേശുവിനെ കുറിച്ച് മാത്രമല്ല, അവിടെ എങ്ങനെ മറിയം ദൈവത്തിൻ്റെ വചനത്താൽ ഗർഭം ധരിച്ച് മറിയം യേശുവിനെ അവിടെ ഗർഭം ധരിച്ച് കറക്റ്റ് സമയമായപ്പോൾ ശിശുവാകുന്ന ദൈവത്തെ, യേശുവിനെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ തന്നു, ദർശിച്ചു എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മഹിമ, വചനത്തിൻ്റെ മഹിമ നമ്മൾ ദർശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും അതുപോലെ തന്നെ ഒരു വീണ്ടും ജനനം നടന്ന് മരിച്ച് എൻ്റെ പഴയ മനുഷ്യനോടും ജഡത്തോടും ലോകത്തോടും ഒക്കെ മരിച്ചിട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചും ഒരു കാര്യം പറയുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ 1 Peter 1:23 1 യോഹന്നാൻ 1-ാമത്തെ 23-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ആ വ്യക്തിയുടെ വിശേഷം എന്താണെന്നുള്ളത്. പക്ഷെ ഒന്ന് വായിക്കാമോ? 1 Peter 1:23. നശ്വരമായ ബീജത്താലല്ല, അനശ്വരമായതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. ഹാവിംഗ് ബീൻ ബോൺ അഗൈൻ, നോട്ട് ഓഫ് കറപ്റ്റബിൾ സീഡ് ബട്ട് ഇൻകറപ്റ്റബിൾ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ലിവ്സ് ആൻഡ് അബൈഡ്സ് ഫോർ എവർ.
അപ്പം യേശു എങ്ങനെയാണ് വചനത്താലാണ് മറിയം ഗർഭം ധരിച്ച് ശിശുവാകുന്ന യേശുവിനെ പ്രസവിച്ചുവോ, അതുപോലെ തന്നെ ആയിരിക്കണം ഞാനും നിങ്ങളും വീണ്ടും ജനിക്കുമ്പോൾ എൻ്റെ ആ ജീവൻ്റെ ഇതുണ്ടല്ലോ, ദ ബിഗിനിങ്, ദാറ്റ് ഇസ് ദ സ്പേം, ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ലൈഫ് അല്ലേ. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈ വീണ്ടും ജനനത്തിൻ്റെ ആ ജീവൻ്റെ ഉറവിടം ദൈവത്തിൻ്റെ നശിക്കാത്ത ശാശ്വതമായ വചനത്താലായിരിക്കണം. അയ്യുദ്നി അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം എന്താണ്, നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ എവിടെ നോക്കിയാലും അറിയാം, സിബ്ലിങ്സ് അല്ലേ, മക്കൾ, ഒരു അപ്പൻ്റെയും അമ്മയുടെയും മക്കൾ, അവർക്ക് പല മേഖലകളിലും വളരെ സാമ്യമുണ്ടാകും. ഛായയിൽ നിറമാകാം, പൊക്കമാകാം, മൂക്കിൻ്റെ വളവാകാം, എന്തുമായിക്കോട്ടെ, പല മേഖലകളിലും സാമ്യമുണ്ട്. അപ്പോൾ എന്താണ്, എനിക്ക് നിങ്ങൾക്കും യേശുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വീണ്ടും ജനിച്ച വ്യക്തികളാകണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ ജനനത്തിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കണം എൻ്റെ നിങ്ങളുടെയും പുതുജീവൻ്റെ ഉത്ഭവം. അത് യേശുവിൻ്റെ വചനത്താലായിരുന്നു. വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു എന്ന് പറയുന്ന ആ യേശു അതുപോലെ തന്നെയായിരിക്കണം എൻ്റെ നിങ്ങളുടെ പുതിയ ജീവൻ്റെ ഉറവിടം അല്ലെങ്കിൽ ഉത്ഭവം must be the word of God, the incorruptible word of God. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ദൈവത്തിൻ്റെ ആത്മാവിലാണ് ഞാൻ നയിക്കപ്പെടുന്നത്. എന്തുമാത്രം യേശു പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ദൈവം നടത്തിയിരുന്നത്. നമ്മൾക്ക് സുവിശേഷം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ആ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് എന്താണ്, യേശു ഹി വാസ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ് അല്ലേ, ഉപവാസം 40 ദിവസം. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടു. ഹി വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഹിസ് എവറി തോട്ട്, വേർഡ്, ഡീഡ്, ആക്ഷൻ വാസ് directed, controlled by the Holy Spirit of the living God. അപ്പോൾ അതുപോലെ ആയിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ആ ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ യേശുവിൻ്റെ ഏറ്റവും ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്, യേശു മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യരാശി മുഴുവൻ രക്ഷ പ്രാപിക്കണമെന്നാണ്. അതുകൊണ്ട് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ അവിടെ ദൈവത്തിൻ്റെ ആശയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നത്, ദർ ഇസ് എ റിസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ വിച്ച് ഈസ് ദ പാരമൗണ്ട് അജണ്ട ഓഫ് ഗോഡ്. ഐ വിത്ത് മീ, the paramount, I would say the only agenda of God is a restoration of his people. അവൻ്റെ സ്വന്തം ജനം പിശാച് പാപം വഴി അവനിൽ നിന്ന് അവരെ കൊണ്ടുപോവുകയും ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ആ ജനത്തെ വീണ്ടെടുക്കുക. ദാറ്റ് ഈസ് ദ അജണ്ട ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം വായിക്കണം, 1-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ദൈവം തന്നെ ദൈവത്തിൻ്റെ മനോഭാവം മാറ്റുകയാണ്. വായിച്ചേ. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ മണൽ പോലെ ആയിരിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്ത സ്ഥാനത്ത് നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് അവരോട് പറയും. ആമേൻ. അങ്ങനെ ദൈവം എന്നാ പറഞ്ഞത്, എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ വാഗ്ദാനം ചെയ്ത അനുഗ്രഹമായ ആ സന്തതികൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ, കൊരിന്ത്യസ് ലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ മക്കളെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ ജനമാണ്, ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമാണെന്ന അങ്ങനെ ഒരു വ്യക്തിപരമായ സ്നേഹബന്ധമുണ്ടായിരുന്ന ആ ജനത്തെ ദൈവം അവരുടെ പാപങ്ങൾ കണ്ടപ്പോൾ അവർ എൻ്റെ ജനമല്ല, മക്കളല്ല എന്ന് പോലും പറഞ്ഞിട്ട് പോലും ദൈവം അവരെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ആ ശ്രമമാണ്. ആ ശ്രമത്തിൻ്റെ ഉത്ഭവമാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും എൻ്റെ നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് അല്ലെങ്കിൽ വേദനമാകുന്ന മരണം ഏറ്റെടുക്കുവാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് എ ഡിവൈൻ പ്ലാൻ ആൻഡ് പർപ്പസ് ആൻഡ് അജണ്ട ഓഫ് ഗോഡ് ദാറ്റ് ഹിസ് പീപ്പിൾ മസ്റ്റ് ബി സേവ്ഡ്. ആ സാൽവേഷൻ്റെ ഉറവിടം യേശു ക്രിസ്തുവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ആ യേശു ക്രിസ്തുവിലല്ലാതെ എനിക്ക് നിങ്ങൾക്കും അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് രക്ഷയില്ല. ഹലോ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ആ സത്യം എവിടെ വേണമെങ്കിലും ആരോടും പറയുവാൻ നിങ്ങൾ മടിക്കരുത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾക്കറിയാം, ഇത് ഒരു ഉടമ്പടിയാണ്. ഇത് എനിക്ക് നിങ്ങൾക്കും ഇത് പാലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വാഗ്ദാനം ചെയ്ത ഓരോന്നും എൻ്റെ അവകാശമാണ്.
ഐ വിത്ത് മീ? ദിസ് ഇസ് മൈ റൈറ്റ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും ആ നിത്യജീവൻ, ദൈവത്തിൻ്റെ മക്കൾ ആകാൻ ആരൊക്കെ മക്കളായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും ഇവിടെ ഉള്ളൊരു മക്കളാണ്. പലപ്പോഴും വളരെ വിശാലമായിട്ട് പറയും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അതാണ് ഏറ്റവും വലിയ കബളിപ്പ്. ഹലോ, എല്ലാവരും മനുഷ്യനിൽ നിന്ന് ജനിച്ചതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ നീ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ മകൻ മകളാകുവാനുള്ള യോഗ്യതയില്ല. ഐ വിത്ത് മീ? ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. വിശാലമായ മനസ്സുള്ളവർ പറയും എല്ലാവരും ഈ ലോകത്തിൽ ജനിച്ചു വീണ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇൻ ദ സെൻസ് ഓർ ആൻ ഓപ്പർച്യൂണിറ്റി, കഴിവല്ല, ആൻ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവസരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് ഹൂസോഎവർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് എവർലാസ്റ്റിംഗ് ലൈഫ്. സോ ആ അവസരം എല്ലാവർക്കുമുണ്ട്. ആ അവസരം നമ്മൾ ഉപയോഗിച്ച് ഒരു തീരുമാനം, ഒരു സ്വന്തം മനസ്സെടുത്ത് ഒരു തീരുമാനമെടുത്താൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ മകനും മകളും ആകാൻ പറ്റുള്ളൂ. അത് വളരെ വ്യക്തമാണ് സഹോദര സഹോദരി. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം വായിച്ചാൽ, വിതൗട്ട് എ ഷാഡോ ഓഫ് ഡൗട്ട് യു നോ ദാറ്റ് ദർ ഇസ് എ കണ്ടീഷൻ ഫോർ ആസ് മെനി ആസ് ബിലീവ്ഡ് ഇൻ ഹിം, ഫോർ ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം, God gave them a right to become a son and a daughter of God. അപ്പോൾ ഞാനും നിങ്ങളും യേശുവിനെ അവനിൽ വിശ്വസിക്കുകയും അവനെ റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വല്ലയിടത്തും പൂട്ടിയിടുകയല്ല. അവനെ നിൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നവർക്ക് എവർക്കും ദൈവത്തിൻ്റെ മകനും മകളും ആകുവാനുള്ള അവകാശം. സി, ഗോഡ് ഈസ് എ കവണന്റ് കീപ്പർ. അപ്പോൾ ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവകാശം എനിക്ക് സ്വന്തമാക്കാൻ പറ്റും. എനിക്ക് അതിൻ്റെ ഇടയിൽ വേറെ ഒരു വ്യക്തിയുടെ മധ്യസ്ഥത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ രക്ഷകനാകുന്ന യേശുവിൽ വിശ്വസിക്കുകയും ആ യേശുവിനെ ഞാൻ സ്വീകരിക്കുകയും ചെയ്താൽ എനിക്ക് നിങ്ങൾക്കും മകനും മകളും ആകുവാനുള്ള അവകാശമുണ്ട്. കാരണം എന്താണ്? ഞാൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരാക്കി ഇടുകയില്ല, പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ തരും, അല്ലേ? ഐ വിൽ ഗിവ് യു എ ഹെൽപ്പർ, ഐ വിൽ ഗിവ് എൻ അഡ്വക്കേറ്റ്, ഐ വിൽ ഗിവ് യു എ കൗൺസിലർ, ഐ വിൽ ഗിവ് യു എ ഫ്രണ്ട്. പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മളുടെ മധ്യേ ഉള്ളത്. അപ്പം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ യേശുവിൻ്റെ ആത്മാവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ടൊരു ജീവിതം നയിക്കുമ്പോൾ എൻ്റെ ജീവിതം നടത്തുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളുടെ ഭവനം ദൈവത്തിൻ്റെ ഭവനത്തിലാണ്. ആസ് മച്ച് ആസ് നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അവർ അലഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയല്ല, ആരാ എന്നെ ഇന്ന് വീട്ടിൽ കൊണ്ടുപോകുന്നത്. അവർക്ക് അവരുടെ ജോലി കഴിഞ്ഞ് അറിയാം അവരുടെ ഭവനം എവിടെയാണെന്ന്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളുടെ ഭവനം ദൈവത്തിൻ്റെ ആലയത്തിലാണ്. ദാറ്റ് ഈസ് വി ആർ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റോമാർക്കുള്ള ലേഖനം വളരെ വ്യക്തമായിട്ട് 8-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനാണെങ്കിൽ അവനെ നേരത്തെ നയിച്ചത് ദൈവത്തിൻ്റെ ആത്മാവല്ല, ലോകത്തിൻ്റെ ആത്മാവാണ്, അല്ലെങ്കിൽ പിശാചിൻ്റെ ആത്മാവ്. പിശാച് ഉണ്ടെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? പലർക്കും പിശാച് എന്ന് പറയുമ്പോൾ അവൻ പണ്ടേ ഇവിടെ നിന്നൊക്കെ പോയി സ്കൂട്ട് ചെയ്ത് പോയി. എന്നാ അവൻ സ്കൂട്ട് ചെയ്തിട്ടില്ല, അവൻ പുറത്ത് നിൽപ്പുണ്ട്. ഇവിടെ കരുതിയല്ല കേട്ടോ, പുറത്ത് നിൽപ്പുണ്ട്. പുറത്തവിടെ നിൽക്കുക, വരുമ്പം വല വീശാനായിട്ട്. അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ആത്മാവുണ്ടായിരുന്നു എന്നെ നയിച്ചത്. ആ ആത്മാവിൻ്റെ സ്വഭാവം എന്താണ്? ഭയം, ദേഷ്യം, അല്ലേ? ദൈവത്തിൻ്റെ എന്താ പറയുന്നത് നമുക്കറിയാം. ഗലാത്യർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അല്ലേ? ആത്മാവിൻ്റെ ഫലങ്ങളല്ല, ഫലമാണ് കേട്ടോ. ആത്മാവിൻ്റെ ഫലം എന്താണ്? ലവ്, ജോയ്, പീസ്,
പേഷ്യൻസ്, കൈൻഡ്നെസ്, ഗുഡ്നെസ്, ഫെയ്ത്ത്ഫുൾനെസ്, ഹ്യൂമിലിറ്റി, സെൽഫ് കൺട്രോൾ. ഇതിനൊക്കെ വിപരീതമായ സ്വഭാവമാണ് പിശാചിനുണ്ടായിരുന്നത്. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, വിശ്വാസത്തിൻ്റെ വിപരീതം എന്താണ്? ഭയം. വിശ്വാസം ഞാൻ ഫെയ്ത്ത്. ഫെയ്ത്തിൻ്റെ ഓപ്പോസിറ്റ് ഇസ് ഫിയർ. കാരണം ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ സിസ്റ്ററെ, ആ ബോട്ടിൽ കൂടെ യേശുവിൻ്റെ ശിഷ്യന്മാരും പോയപ്പോൾ അവർക്ക് എന്ത് പറ്റി? അവർക്ക് ഓളങ്ങൾ കണ്ടപ്പോൾ അവർക്ക് ഭയം. അപ്പോൾ യേശു അവരോട് ചോദിച്ചത് എന്താ? നിൻ്റെ വിശ്വാസം അവിടെ പോയതാണോ? വേർ ഇസ് യുവർ ഫെയ്ത്ത്? ഓ യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത് എന്നാ പറഞ്ഞത്. അപ്പോൾ ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് ഫെയ്ത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം 8-ാമത്തെ അധ്യായം, റോമർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ അവിടെ പറയാണ്, യു ഹാവ് നോട്ട് റിസീവ്ഡ് എ സ്പിരിറ്റ് ഓഫ് ഫിയർ, ബട്ട് യു ഹാവ് നൗ റിസീവ്ഡ് എ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ ബൈ വിച്ച് യു ക്രൈ ഔട്ട്, അബ്ബാ മൈ ഫാദർ. ഐ വിത്ത് മീ? സോ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വരുമ്പോൾ എന്നെ ദൈവത്തിൻ്റെ വഴികളിൽ മാത്രമല്ല നടത്തുന്നത്, ദൈവത്തെക്കുറിച്ചുള്ളൊരു വെളിപാട് തരും. ഐ വിത്ത് മീ? അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു കഴിവ് തരും. സഹോദര, ഇന്ന് ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മൾ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് വിളിക്കണം. പലവർക്കും ആ ദൈവത്തെ വിളിക്കുന്നത് ജഗദീശ, മഹേശ, സർവശക്ത, ഇതൊക്കെ ദൈവത്തിൻ്റെ കഴിവുകളാണ്. പക്ഷെ അവനൊരു പേരുണ്ട്, പിതാവിനൊരു പേരുണ്ട്, യാവേ, അബ്ബാ, മൈ ഫാദർ, അപ്പൻ. യേശുവിനൊരു പേരുണ്ട്. എന്താ യേശുവിൻ്റെ പേര്? ഹല്ലേലൂയ. യേശുവിൻ്റെ പേര് യേശുവാണ്, ജീസസ്. കാരണം ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ, യു ഷാൽ കോൾ ഹിസ് നെയിം ജീസസ് ബിക്കോസ് ഹി വിൽ സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദിയർ സിൻസ്. ജീസസ് എന്ന് പറഞ്ഞാൽ സേവിയർ. സോ യു ഷാൽ കോൾ ഹിം സേവിയർ. നമ്മളെ രക്ഷിക്കാനാണ് യേശു വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗോഡ്സ് അജണ്ട ഈസ് ടു സേവ് ഹിസ് പീപ്പിൾ. ഗോഡ്സ് അജണ്ട ഈസ് നോട്ട് ടു അപ്പിയർ ആസ് സൂപ്പർമാൻ. ഹലോ. His agenda is not to appear as super doctor. His agenda is not to appear as the Reserve Bank. Hello? Are you with me? Yes. His agenda is to save you. He is rich, he is powerful, but his agenda is to save you. This is something which you need to know. കാരണം നമ്മൾ ആ ദൈവത്തിൻ്റെ അജണ്ട എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ അജണ്ടയെ ഫോക്കസ് ചെയ്തിട്ട് ആ വ്യക്തിയിലേക്ക് പോവുകയുള്ളൂ. ഹലോ, യേശു രക്ഷകനല്ല. യേശു എന്നാ പറയുന്നത്? ശക്തിയുള്ള വ്യക്തിയാണ്, ശക്തിമാനാണെന്നെങ്കിൽ എനിക്ക് വേറെ എവിടെ ശക്തി വേണ്ടടുത്ത് ഞാൻ ആ ശക്തിമാനടുത്ത് പോകും. ഹലോ, യേശുവിന് റിച്ചസ് ഉണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ധനം വേണ്ടപ്പോൾ ഞാൻ യേശുവിനടുത്ത് പോകും. അതല്ല, യു മസ്റ്റ് നോ ഹിം ആസ് യുവർ സേവിയർ. അപ്പോഴാണ് എൻ്റെ രക്ഷയ്ക്ക് ഞാൻ എവിടെ പോകും? യേശുവിൻ്റെ അടുത്ത് പോകും. Are you with me? So we need to focus on that. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുമ്പോൾ I get the courage to call Abba Father. ഇന്ന് പല വ്യക്തികൾക്കും ദൈവത്തെ, യേശുവിനെ സഹോദര എന്ന് പോലും വിളിക്കാൻ ഭയമാണ്. അത് എന്നാ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് എ റെവറൻഷ്യൽ ഫിയർ, ഇറ്റ് ഈസ് എൻ ഇഗ്നറൻറ്റ് ഫിയർ. Are you with me? A fear arising out of ignorance. I want to tell you something. ദൈവം, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. യേശുവിനെ കൊല്ലുവാനായിട്ട് ആ യഹൂദന്മാർ അല്ലെങ്കിൽ ഫരിസേയരൊക്കെ ഒരു കുറ്റം എന്താ ആരോപിച്ചത്? ദാറ്റ് ഹീ കോൾഡ് ഹിംസെൽഫ് ദ സൺ ഓഫ് ഗോഡ്. അല്ലേ? ദൈവം തന്നെ അവരോട് പറയുന്നുണ്ട്, വചനത്തിൽ എഴുതിയിട്ടില്ലേ നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. ഹലോ, ഐ വിത്ത് മീ? യോഹന്നാൻ്റെ ലേഖനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത്, നൗ വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ആ മർത്തയോട് പറയുന്നുണ്ട്, എന്താണ്? ഞാൻ എൻ്റെ പിതാവും നിൻ്റെ പിതാവും, എൻ്റെ ദൈവവും നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണെന്ന്. ജീസസ് ഈസ് our brother. Are you with me? Yahweh is our father. ഇതാണ് വെളിപാട്. യു മസ്റ്റ് ഹാവ് ദ റെവലേഷൻ നോളജ്. അങ്ങനെയുള്ളൊരു പിതാവിൻ്റെയും അങ്ങനെയുള്ളൊരു സഹോദരനെയും അടുത്ത് പോകാനായിട്ട് വേറെ ഒരു വ്യക്തിയുടെ സഹായം വേണോ?
എനിക്ക് എൻ്റെ അപ്പൻ്റെ മുമ്പിൽ പോകാനായിട്ട് എനിക്ക് എൻ്റെ ഡ്രൈവറോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഹലോ, എൻ്റെ അപ്പൻ്റെ മുമ്പിൽ പോകാനായിട്ട് എനിക്ക് എൻ്റെ അമ്മയോട് പോലും ചോദിക്കണ്ട. ആർ യു വിത്ത് മീ? ആരോ ചോദിച്ചു, ഈ ആർ യു വിത്ത് മീ ഹല്ലേലൂയ പറയുന്ന പോലെയാണോ? അങ്ങനെ ആണേലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഒരു ഹല്ലേലൂയ. സഹോദര, God wants to have a personal relationship with you. Are you with me? He is not someone to be feared. You must have reverential fear. നമ്മളെങ്ങനെ നമ്മുടെ പിതാവിനെ ഒരു റെവറൻഷ്യൽ ആൻഡ് റിസ്പെക്റ്റ്ഫുൾ ഫിയർ ഉള്ളതുപോലെ വേണം. അതേസമയത്ത് യു മസ്റ്റ് ഹാവ് ദ ഫ്രീഡം. യു മസ്റ്റ് ഹാവ് ദ ഫ്രീഡം ടു കം ബിഫോർ യുവർ ഫാദർ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ ആ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുകയാണെങ്കിൽ, ആൻഡ് ആ ആത്മാവിന് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിച്ച് എൻ്റെ എല്ലാം നിയന്ത്രിക്കാനുള്ള കൊടുക്കുകയാണെങ്കിൽ, റോമാർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത് സംഭവിക്കും. സോ ഒന്ന് വായിച്ചേ. നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് കൂടെ സാക്ഷ്യം പറയുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൂടെ, ദാറ്റ് വി വിൽ ജോയിൻ വിത്ത് അസ് ആൻഡ് വിൽ ടെസ്റ്റിഫൈ. ആമേൻ. ആർ യു വിത്ത് മീ? ആർക്ക് ടെസ്റ്റിഫൈ ചെയ്യുന്നത്? ടു ദ ഹോൾ വൈഡ് വേൾഡ്. ഈ ലോകത്തോട് മുഴുവൻ. ഒന്നുകൂടെ വായിച്ചത് ശ്രദ്ധിച്ച് കേൾക്കണം. നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് കൂടെ സാക്ഷ്യം പറയും. സോ എല്ലാവർക്കും അറിയാൻ പറ്റും ഇവൻ ദൈവത്തിൻ്റെ മകനാണ്. അവനെ തൊട്ട് കളിച്ചാ പ്രശ്നമാണ്. നീ ആരാണിത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്? ഈ ന്യൂസ് നമ്മൾ യു മസ്റ്റ് ഹാവ് ദ നോളജ്. ഇത് ഈ ന്യൂസ് അറിയേണ്ടത് പിശാചാണ്. നീ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ആ എന്നാ പറയുന്നത്, ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കണം. പിന്നെ വേറൊരു വലിയ കബളിപ്പിൻ്റെ മേഖല നോക്കുകയാണെങ്കിൽ, നമ്മൾക്കറിയാം ഇന്ന് പല വ്യക്തികളും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരങ്ങളനുസരിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ പേരുണ്ട്, അല്ല ക്രിസ്ത്യാനികൾ സാധാരണ ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചോ. എങ്കിൽ അവരുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, അവർ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണെന്ന്. വചനത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ ജനമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തത് അമോറൈറ്റ്സിനെ അല്ലേ? ദൈവത്തിൻ്റെ ജനമാണെന്ന് തിരഞ്ഞെടുത്തത് ആരെയാ? ഇസ്രായേലിനെയാ. ഹലോ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ ഉറങ്ങുക നോക്കാനാ. അമറൈറ്റ്സ്, ഹിറ്റൈറ്റ്സും മറ്റേ എല്ലാ ഐറ്റ്സും ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ശത്രുക്കളായിരുന്നു. ദൈവം എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും, നിങ്ങൾ എൻ്റെ ജനമാണെന്ന് പറഞ്ഞ ഇസ്രായേലിനെയാണ്. ആർ യു വിത്ത് മീ? ഇസ്രായേലിന് ഭയങ്കര ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു അല്ലേ? അവർ ഭയങ്കര ശക്തിയുള്ളവരായിരുന്നു, എണ്ണത്തിൽ വളരെ ഏറെയുള്ളവരായിരുന്നു. ആണോ? എണ്ണത്തിൽ കുറവായിരുന്നു, ശക്തിയില്ലായിരുന്നു, ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. പിന്നെ അപ്പോൾ ആ ഇസ്രായേലിന് നമ്മൾ മനസ്സിലാക്കണം, പ്ലീസ് ഹിയർ കെയർഫുള്ളി, അവർക്ക് എന്താ പറയുക, ഒരു ആത്മവിശ്വാസം. അവർ ഇസ്രായേൽ ഗോത്രത്തിൽ അല്ലെ ഇസ്രായേൽ ജനത ആയതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്നും അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നുമുള്ള ഒരു കബളിപ്പുണ്ട്. നീ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് റോമാർക്കുള്ള ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്. 6-ാമത്തെ വചനം വായിക്കണം. ഓൾ ഇസ്രായേൽ ഈസ് നോട്ട് ഇസ്രായേൽ. ദൈവവചനം വ്യർത്ഥമായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലരല്ല. കണ്ടോ? ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ച എല്ലാവരും ഇസ്രായേൽ അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, there are two types of Israel. One is a political Israel. ദ പൊളിറ്റിക്കൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് പാസ്പോർട്ട് ഉള്ളവർ. ഹലോ, ഇസ്രായേൽ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഉള്ളവരാണ് പൊളിറ്റിക്കൽ ഇസ്രായേൽ. വേറൊരു തരം ഇസ്രായേലുണ്ട്. ആ ഇസ്രായേലിനെ കുറിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഫിലിപ്പിയർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം വായിച്ചാൽ മതി. 3-ാമത്തെ അധ്യായം ഫിലിപ്പീൻസ് 3:20 വായിച്ചാൽ മതി. അത് വേറൊരു ഇസ്രായേലാണ്. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഇസ്രായേലുണ്ട്. ഒന്ന്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പാസ്പോർട്ടുള്ളവർ ഈസ് എൻ ഇസ്രായേൽ. വേറെ ഒരു ഇസ്രായേലിനെ കുറിച്ചാണ് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം പറയും.
എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ഇസ്രായേൽ എന്ന് പറയുന്നത് ആ ദ സിറ്റിസൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. കാരണം നമ്മൾ മനസ്സിലാക്കണം വളരെ വ്യക്തമായിട്ട്. അടുത്ത വചനം ഒന്ന് വായിക്കുക, 7-ാമത്തെ വചനം, 9, റോമൻസ് 9:7. അബ്രാഹാമിന്റെ സന്തതി ആയതുകൊണ്ട് എബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാവരും മക്കളാകുന്നുമില്ല. മക്കളാകുന്നില്ല. മക്കൾ എന്ന് പറഞ്ഞാൽ ജഡികമായ അല്ലെ ജഡത്തിൽ നിന്ന് വന്ന അല്ലെ മനുഷ്യന്റെ ബീജത്തിൽ നിന്ന് വന്ന മക്കളെ കുറിച്ചല്ല അവർ പറയുന്നത്. ഇസഹാക്കിൽ നിന്ന് ജനിച്ചവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നാണ് ഉള്ളത്. ആമേൻ. ഇസഹാക്കിൽ നിന്ന് ജനിച്ചവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഇസഹാക്കിൽ നിന്ന് ജനിച്ചത് ആരാണ്? വാഗ്ദാനത്തിൻ്റെ മക്കൾ. ദേ ആർ ദ ചിൽഡ്രൻ ഓഫ് ദ പ്രോമിസ്. ഐ വിത്ത് മീ. വളരെയേറെ വ്യത്യാസമുണ്ട് സഹോദര. ദ പ്രോമിസ് ഈസ് ഗിവൺ ടു ഏബ്രഹാം ഇൻ ദ സ്പിരിച്വൽ റെൽം. ഐ വിത്ത് മീ. എബ്രഹത്തിൻ്റെ ബീജത്തിൽ നിന്ന് വന്ന ഇസഹാക്കും ഇസഹാക്കിൻ്റെ നിന്ന് വന്ന യാക്കോബ് അങ്ങനെയുള്ളവരല്ല ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ആ ഇസഹാക്കിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ നിന്നാണ് ഇസഹാക്ക് ഉണ്ടായത്. ഐ വിത്ത് മീ. എബ്രഹാമിൻ്റെ വിശ്വാസം. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എബ്രഹാമിന് നീതിക്കായിട്ട് കണക്കിട്ടു. ആ നീതിയുടെ മക്കൾ, എബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ നിന്ന് നീതിയുടെ മക്കൾ, ദ സൺസ് ഓഫ് ദ പ്രോമിസ്, അവരാണ് ആത്മീയ ഇസ്രായേൽ. ഐ വിത്ത് മീ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ ഇവനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധം ഒരു പേരുണ്ടായാൽ പോലും നീ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ അവൻ്റെ മകളാകുന്നില്ല. യു ഹാവ് ടു ബി ബോൺ ഓഫ് ദ റൈച്ചസ്നെസ് ഓഫ് ഏബ്രഹാം. ഏബ്രഹാമിന് നീതിക്ക് കണക്കിട്ടത് അവൻ്റെ വിശ്വാസം മാത്രമാണ്. അവൻ്റെ സൈസോ അവൻ്റെ ശക്തിയോ അവൻ്റെ ധനമോ ഒന്നുമല്ല, അവൻ്റെ വിശ്വാസം. അപ്പോൾ ഇഫ് യു ആർ ഹാവിങ് ദ ഫെയ്ത്ത് ഓഫ് ഏബ്രഹാം, യു ആർ എ സൺ ഓഫ് ദ പ്രോമിസ്. കാരണം ദൈവം അവന് വാഗ്ദാനം ചെയ്ത ആ പ്രോമിസ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് റൈച്ചസ്നെസ്. ഐ വിത്ത് മീ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആ എബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനത്തിൽ വരുന്നത്.